ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ ന്യൂ ജനറേഷൻ, അതായത് നമ്മുടെ മക്കൾ അല്ലേ, ഈ വരും തലമുറയെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. വരും തലമുറയല്ല, ഇപ്പം നിലവിലുള്ള മക്കളെക്കുറിച്ച്, കാരണം അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച്. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ് കേട്ടോ. ഞാൻ ഈ ഇടയായിട്ട് 1-2 വീഡിയോസ് കണ്ടു. ഒരു 10 വയസ്സ് ഉണ്ടാവും, ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു പ്രായമുള്ള ഒരു ആൺകുട്ടി എൻ്റെ രക്ഷിതാവ് ഒരു വീഡിയോ എടുത്ത് ചോദിക്കുകയാണ്, നിന്നെ എന്താ ചെയ്തത്. അപ്പോൾ 4ാം ക്ലാസ് ആയ കുട്ടികൾ റാഗിങ് ചെയ്യണം. ആ കുട്ടീനെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ കുട്ടി കരഞ്ഞിട്ടാണ് പറയുന്നത്. പാവം എന്താ ചെയ്തത്, അതിന് നടക്കാൻ പറ്റണില്ല, അതിൻ്റെ കാലുകൊണ്ട് അതിന് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ 100 പ്രാവശ്യം നിന്ന നിൽപ്പിൽ അത് ഏത്തടിപ്പിച്ചു എന്ന്. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മൈൻഡാണത്. അപ്പോൾ ആ 4ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു ആൺകുട്ടിക്ക് സംഭവിച്ച കാര്യം, അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് തൻ്റെയുള്ള ടൈപ്പ് ഉണ്ടാവുമല്ലോ. അത് ഏത് പ്രായക്കാരാണെങ്കിലും, ഏത് ആണായാലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ചില കുട്ടികൾക്ക് കുറച്ച് സാമർത്ഥ്യം ഉണ്ടാവും. ചില കുട്ടികൾ കുറച്ച് പച്ച പാവമായിട്ട് ആരോടും സംസാരിക്കാനൊന്നും, അല്ലെങ്കിൽ ആരൊക്കെയോ പേടിച്ച് നിൽക്കുന്ന പോലെ, അങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ട കുട്ടികളുണ്ട്. ഇൻട്രോവർട്ടും എക്സ്ട്രോവർട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടിനെ അതിലുള്ള ആ 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കണം എത്ര പ്രായമുള്ളൂ എന്നുള്ളത്. നമ്മൾ മടിയെന്ന്, കാരണം വീട്ടിലെത്തിയ അവർ അമ്മമാരെ മടി കയറിയിരിക്കുന്ന ആ പ്രായമാണ് ഈ 4ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അവരാണ് സ്കൂളിൽ ചെന്നിട്ട് വില്ലത്തരം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിനെ 100 പ്രാവശ്യം ഏത്തടിയിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് 2 കാലും അനക്കാൻ പറ്റണില്ല, അതിന് നടക്കാൻ പറ്റില്ല. അത് പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുകിയിട്ടാണ് അതിൻ്റെ രക്ഷിതാവിനോട് ആ ഒരു വിഷയം പറയുന്നതും. ആ രക്ഷിതാക്ക് അവന് മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവർ വീഡിയോ എടുത്ത് പബ്ലിക്കിലിട്ടതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മൻ്റെ മാതാപിതാക്കളെ മടി കയറിയിരിക്കുന്ന മക്കൾ, ആ പ്രായം അവർക്കായിട്ടുള്ളൂ 10-11 വയസ്സ്, അതിൻ്റെ അപ്പുറമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവരെ കൂടെ പഠിക്കുന്ന കുട്ടികളെ റാഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും എന്ന് ശിക്ഷണം നിർത്തിയോ അന്ന് തൊട്ട് മക്കളൊക്കെ വെടക്കായി തുടങ്ങി. അധ്യാപകരുടെ ശിക്ഷണം എന്ന് നിർത്തിയോ അന്ന് തൊട്ട് മക്കളെല്ലാം വെടക്കായി തുടങ്ങി. നമ്മളും ഒരു കാലത്ത് സ്കൂളിൽ പോയിരുന്നതാണ് അല്ലേ. രക്ഷിതാക്കളെ ബഹുമാനിക്കാനും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഒക്കെ നമ്മളന്ന് പഠിച്ചിരുന്നു. ബഹുമാനം മാത്രമായിരുന്നില്ല, നമുക്ക് നമ്മളെ രക്ഷിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഗുരുക്കന്മാരെ സ്നേഹിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് അല്ലേ. ഇവരൊക്കെ പഠിക്കണ പോലെ തന്നെ നമ്മൾ ഒരു കാലത്ത് പഠിച്ചിരുന്ന വ്യക്തികളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിച്ച് അവരൊക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. പക്ഷേ ഇന്നത്തെ മക്കൾ ഇങ്ങനെ ആവാൻ കാരണം 100-ൽ 99% ഇതന്നെയാണ്. ഈ മാതാപിതാക്കളെ ബഹുമാനം കുറഞ്ഞു, മാതാപിതാക്കൾ ചീത്ത പറയാൻ പാടില്ല, അതുപോലെ തന്നെ അധ്യാപകർ ചീത്ത പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. ഈ ഒരു സിസ്റ്റം വന്നല്ലോ, അതിന് ശേഷമാണ് മക്കൾ ഇത്രയും വെടക്കായി പോയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളും ഇവരെയൊക്കെ പോലെ സ്കൂളിൽ പഠിച്ച് ഇവിടെ എത്തിയത് അല്ലേ. ചിലർ ഉദ്യോഗം നേടിയിട്ടുണ്ടാവാം, ചിലർ ഉദ്യോഗം നേടാതെ ഒന്നും അല്ലാതായിട്ടുണ്ടാവാം. അത് ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ അതല്ല, അതിനെക്കാളും നമുക്കൊരു കാര്യമുണ്ട്. സ്കൂളിൽ പോയി പഠിച്ചാൽ കിട്ടാത്ത കുറച്ച് വിദ്യാഭ്യാസമുണ്ട്. അത് വീട്ടിൽ നിന്ന് പഠിക്കാനും സമൂഹത്തിൽ നിന്ന് കണ്ടുപഠിക്കാനുള്ളതുണ്ട്. അതിൽ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും. പക്ഷേ അതിൽ നെഗറ്റീവ് നമ്മൾ തള്ളിക്കളഞ്ഞ് പോസിറ്റീവ് എന്താണോ അത് നമ്മൾ മനസ്സിലേക്ക്, കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാലയങ്ങളിൽ സ്കൂളുകളിൽ പോയി പഠിക്കേണ്ടതല്ലാത്ത, അവിടെ പോയാൽ പഠിച്ചാൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ കുഞ്ഞു മക്കൾ ചെറുപ്പം മുതലേ അവർക്ക് മാതാപിതാക്കളാണെങ്കിലും ആരാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇത് അവരെ മക്കളല്ലേ, അല്ലെങ്കിൽ മറ്റവരെ മക്കളെ, അങ്ങനെയല്ല, അതൊക്കെ സ്വന്തം മക്കളാണ്, ഇനി വരുന്ന തലമുറയാണ്. അപ്പോൾ ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതും. വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്നും ചെറുപ്പം മുതലേ, ഇപ്പോൾ ഞാനടക്കം പറഞ്ഞു കൊടുക്കണം, മൂത്തവരെ ബഹുമാനിക്കണം. പക്ഷേ മൂത്തവരെ ബഹുമാനിക്കണം എന്നല്ല, മനുഷ്യരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ജാതിയില്ല, മതമില്ല, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമല്ല. മനുഷ്യന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. മക്കൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തരണം. അതിൽ പെട്ടതാണ് ഒരു മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുക, അതേപോലെ മുതിർന്നവരെ കണ്ട എഴുന്നേറ്റ്, സീറ്റാണെങ്കിലും ബസ്സിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോയതാണെങ്കിലും മുതിർന്നവർ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മക്കളൊന്ന് എഴുന്നേറ്റ് കൊടുക്കണം എന്ന് ചെറുപ്പം മുതലേ നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക. ക്ലാസ്സിൽ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണെന്നറിയോ, സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ 1ാം ക്ലാസ്, ഇപ്പോഴും അവരെന്നെ കളിയാക്കാറുണ്ട്. അവർ ആ 1ാം ക്ലാസ് കൊണ്ടാക്കിയ ആളെ ഞാൻ കോളേജ് കൊണ്ടാക്കിയതും ഞാൻ 1ാം ക്ലാസ് കൊണ്ടാക്കിയ പോലെയാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ എനിക്കതിൽ തൃപ്തിയാണ്. കാരണം വെച്ചാൽ
ഞാൻ എൻ്റെ രണ്ടാമത്തെ മോള് കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവൾ അധികം സംസാരിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടുപിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവൾ സ്കൂളിൽ പോണ്, ഒരു ക്ലാസ്സിൽ ഒരു ഭാഗത്ത് പോയി ഇരിക്കണ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും അവൾക്കില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവൾ മാത്രം ഒറ്റപ്പെട്ടിരിക്കുമോ അങ്ങനെ ഒരു പേടി. അപ്പോൾ ഞാൻ സ്കൂളിൽ കോളേജ് കൊണ്ടാക്കാൻ പോയപ്പോൾ ആ സമയത്ത് അവളെ ഒരു അഞ്ചാറ് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് എന്താ പേരെന്നൊക്കെ ചോദിച്ചാൽ അവരോട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞത് എൻ്റെ മോളാണ്. അപ്പോൾ അവൾ അധികം ആരോടും കമ്പനിക്ക് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പം ഒരു 5-6 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇവിടെ എവിടെ പോവുകയാണെങ്കിലും ഇതാകണമെങ്കിലൊക്കെ ഇവളൊന്നും കൂടെ കൂട്ടണം കേട്ടോ. അവൾക്ക് ഒറ്റപ്പെട്ടൊരു സ്വഭാവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോഴും നല്ല കമ്പനി ആട്ടോ അവരോട്. ഞാൻ അന്ന് പറഞ്ഞു പറയും. അപ്പോൾ ഇപ്പോൾ ഇവളെന്നോട് പറയും എന്നെ 1-ാം ക്ലാസ് കൊണ്ടാക്കി അതേപോലെ തന്നെയാണ് കോളേജിലും കൊണ്ടാക്കിയത് പറഞ്ഞിട്ട് ഇവരെന്നെ കളിയാക്കാറുണ്ട്. അത് നമ്മുടെ മക്കളെ എന്നും നമുക്ക് കുഞ്ഞു മക്കൾ തന്നെയാണ്. പക്ഷെ നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരിക്കലും ഒരാളെയും ഒറ്റപ്പെടുത്തരുത്. എനിക്ക് ഈ കോളേജ് സ്കൂള് പരമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ കുറേ ആളുകൾ കേട്ടിട്ടും കണ്ടിട്ടും എൻ്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടും എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് മനസ്സിൽ വിങ്ങി ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ കുറേ വീഡിയോസും കാണുന്നുണ്ടല്ലോ, കിട്ടിയപ്പോൾ ഞാനിതൊന്നത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ രക്ഷിതാക്കൾ എല്ലാ മക്കൾക്കും എൻ്റെ ഈ വീഡിയോ കാണാൻ എല്ലാ സഹോദരന്മാർക്കും അവരുടെ കുടുംബത്തിലും ഒക്കെ മക്കളുണ്ടാവും. ഈ മക്കൾക്കൊക്കെ നിങ്ങളൊന്ന് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതെന്നോ. ഒരിക്കലും മറ്റുള്ള പാവം കുട്ടികളുണ്ടാകും നമ്മുടെ ക്ലാസ്സിൽ. ചിലപ്പോൾ നമ്മുടെ മക്കൾ നല്ല നാവുള്ള കുട്ടികളായിരിക്കും, ഭയങ്കര ഒച്ചയും ബഹളവും ഭയങ്കര ഓട്ടവും ചാട്ടം. പക്ഷെ അതുപോലെ ആവില്ല എല്ലാ മക്കളും. പാവപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ പോയിട്ട് റാഗ് ചെയ്യാനോ അവരെ അടിക്കാനോ തൊഴിക്കാനോ ഒന്നിനും പോകരുത്. ആരാണോ ഒറ്റപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ വാടാ അല്ലെങ്കിൽ വാടി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത് വാ നമുക്ക് ഇതാവും. അവരങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മക്കൾ കാരണം അങ്ങനെ സാധിക്കണം. അപ്പോൾ മക്കളോടത് പറഞ്ഞു, കാര്യം ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പാവപ്പെട്ട കുട്ടിയായിരിക്കും. അത് ഞാൻ സമ്പത്തിൻ്റെ കാര്യത്തിലല്ല പറഞ്ഞത് കേട്ടോ. സാമർത്ഥ്യം ചില കുട്ടികൾക്ക് ഒരു പാവമാണ്, ഇൻട്രോവർട്ടായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, ഒറ്റയ്ക്ക് എഴുതുക. കാരണം അവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഇഷ്ടമാവൂലേ, അവർക്ക് ഇഷ്ടമാവും അങ്ങനെയൊക്കെ തോന്നുന്ന ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് പോയിട്ട് നമ്മളെ മക്കൾ 2-3 പേരെ വിളിച്ചിട്ട് വാ എന്താ ഇവിടെ ഇരിക്കണം ഒറ്റയ്ക്ക് വാ നമുക്ക് കമ്പനിയായിട്ട് പോവാം പുറത്ത് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ എന്താണോ ചെയ്യണമെന്ന് വെച്ചാൽ ആ കൂട്ടത്തേക്ക് ഈ കുട്ടികളെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഒരുപാട് സന്തോഷമാണ്. അല്ല അതേ ഒരു പാവപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിനെ പോയിട്ട് 101 വട്ടം ഏത്തടി പറഞ്ഞിട്ട് അടിച്ചിട്ടും തൊഴിച്ചിട്ടൊക്കെ ഏത്തടിപ്പിക്കുക. ഇങ്ങനെയൊന്നും നമ്മളെ മക്കൾ ഒരിക്കലും ചെയ്യരുത്. നമ്മളെ മക്കൾ ഒരിക്കലും ചെയ്യാൻ ഇടവരരുത്. അതുകൊണ്ട് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ മക്കൾ ഒരിക്കലും അങ്ങനെ വേറൊരു മക്കളെ വേദനിപ്പിക്കരുത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാ കണ്ടോ ഈ ഒരു വീഡിയോ. പിന്നെ അതുപോലെ ചില വീഡിയോസ് കുട്ടികളെ റാഗ് ചെയ്ത് പറഞ്ഞാൽ പൊട്ടിക്കരണ വീഡിയോ ഉണ്ടല്ലോ. എൻ്റെ മോളതിനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് കണ്ടോ. ഇത് വേറെ കുട്ടികളെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുഞ്ഞു കുട്ടി കരയണത്. അപ്പോൾ ഒരിക്കലും വേറെ കുട്ടികളെ കൂട്ടത്തിൽ കൂടിയിട്ട് എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോനെ ഒരിക്കലും ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ മോനെ ഏത്തടാനോ അല്ലെങ്കിൽ റാഗ് ചെയ്യാനോ. ചില കുട്ടികൾക്ക് റാഗിങ് എന്താണെന്ന് അറിയില്ല, പക്ഷേ വേറെ കുട്ടികൾക്ക് അറിയണ ഒരൊറ്റ ഒന്നും 10 കുട്ടികളുടെ കയ്യിൽ ഒരൊറ്റ കുട്ടിയെ വിടക്കായിട്ടുണ്ടാവുള്ളൂ. ആ കുട്ടികൾ ഈ 9 കുട്ടികളെയും കൂടി കൂട്ടുപിടിച്ചിട്ടായിരിക്കും മറ്റേ വേറെ കുട്ടികളെ പോയി ഉപദ്രവിക്കുന്നത്. നമ്മൾ കാരണം കുഞ്ഞു പ്രായത്തിൽ തന്നെ വേറൊരാൾ വേദനിക്കാൻ ഇട വരുത്തരുതെന്ന് രക്ഷിതാക്കളും മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ 3 മക്കളെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുള്ളത് ആരെയും വേദനിപ്പിക്കരുത്. ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കണമെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ട് കളിക്കാനൊക്കെ പോകണം കേട്ടോ. കളിക്കാകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്, അവരെയും കൂടി കൂട്ടണം. ആരെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് കമ്പനി ആവാനുള്ള മൂടുണ്ടാവില്ല. എൻ്റെ 2ാമത്തെ മോൾ അങ്ങനെയാണ്, സൈലൻ്റാണ്. നേരെ മറിച്ച് എൻ്റെ മൂത്ത മോളും ഭയങ്കര ഒച്ചയും ബഹളമായിട്ട് ഓടിക്കളിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ഇവളാരും വിളിക്കൊന്നുമില്ല. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ വേറെയുള്ള കുട്ടികളെയും മോനോടൊക്കെ പറയലതാണ്. ആദ്യത്തെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സ്കൂളിൽ പഠിച്ചാൽ കിട്ടാത്ത കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളെ നമ്മളെ കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്നതിൻ്റെ തലേ ദിവസങ്ങളിൽ ഇരുന്നിട്ട് മക്കൾക്ക് ശരിക്കും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക. ഒരു കുട്ടികളെയും അടിക്കാനോ തൊഴിക്കാനോ നിൽക്കരുത്. എല്ലാ മക്കളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുള്ള തലമുറകൾ നന്നായിക്കോളും. ഒറ്റ കുട്ടികളെ അടിക്കുകയോ തൊയ്ക്കുകയോ ചെയ്യരുത്. ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചറോട് പോയി പറയാം, അല്ലാതെ തിരിച്ചടിക്കാനോ ഒന്നും നിൽക്കരുത്. വൈരാഗ്യം വെച്ച് പുലർത്താൻ ഇട വരുത്തരുത്. ടീച്ചർമാരാണെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ ചില കുട്ടികളുണ്ട്, എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം എൻ്റെ കുട്ടികളെ കാര്യത്തിൽ. അപ്പോൾ ഒരു കുട്ടീനെ ഉപദ്രവിച്ചു, ടീച്ചറെ എന്നെ കുട്ടി തല്ലി. അപ്പോൾ അതല്ലല്ലേ അത്ര പറയരുത്. ആരാ തല്ലിയേ മോളുകൊണ്ട് വിളിച്ചിട്ട് വാ. എന്നിട്ട് ആ കുട്ടീനോട് പറയാം, മോനെ ഒരിക്കലും ഒരാളെയും തല്ലരുത് കേട്ടോ, മോളങ്ങനെ അടിക്കരുത് കേട്ടോ, അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഏത് ഏജാണോ ആ ഏജിനനുസരിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ടീച്ചർമാർ മാഷന്മാർക്ക് അധ്യാപകർക്ക് നിർബന്ധമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ 1-2 കേസുകളുണ്ട്. ബട്ട് എനിക്ക് ചെറിയ കുഞ്ഞു കുട്ടികളെ വിഷമം കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരു പെണ്ണാണ്.
അതുകൊണ്ട് ചെറിയ കുട്ടികൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകുമല്ലോ, ആ പോണ സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ കരഞ്ഞു വരും. അപ്പം എന്താ ഞാൻ ചോദിക്കും ഞാൻ, അപ്പോൾ നാട്ടിട്ട് പോകും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയാം എന്തെങ്കിലും എന്താ പ്രശ്നം, അപ്പോൾ ഓൻ തല്ലി ഓൻ കുത്തി, അപ്പോൾ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. എന്നാലും ഞാൻ ചിലപ്പോൾ ഞാൻ ചൂടാവും. ഞാൻ പറയാം എന്താ മോനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ടീച്ചർ ഞാൻ ആ കുട്ടിനെ, ആ കരയുന്ന കുട്ടിനെ വിളിച്ചിട്ട് പറയും എപ്പോൾ ആരെയും നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയരുത്, അവിടെ പോയി ടീച്ചറോട് പറയണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. രക്ഷിതാക്കളും എല്ലാവരും തന്നെ അറിയാം എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊക്കെ മാഷിനോട് പറയണം കേട്ടോ, ടീച്ചറോട് പോയി പറയണം. പക്ഷേ ഈ മാഷന്മാരെന്ത് ചെയ്യണം, ഏത് കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പിച്ച് കൊടുത്താലും ഇനിയിപ്പോൾ 101 വട്ടം ഏത്തിട്ട് ചെയ്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോഴത്തെ കാലത്ത് അടിക്കാനും കുത്താനൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, അതൊന്ന്. പക്ഷേ നമുക്ക് ഉപദേശിക്കാമല്ലോ. ഇങ്ങനെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും നിൽക്കുന്ന കുട്ടികൾക്ക് ഇനി ഈ സ്കൂളിലേക്ക് വരാൻ പറ്റൂല എന്നുള്ള നിയമം ഞങ്ങൾ സ്കൂളിൽ വെക്കും. അതുകൊണ്ട് ആരും ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കാലത്ത് നമ്മൾ പഠിച്ചിരുന്നൊരു കാലത്ത് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരെ മാഷന്മാരെ പൊടി കണ്ടാൽ തന്നെ നമുക്ക് ഒരു ബഹുമാനമാണ്. നമ്മൾ എണീറ്റ് നിൽക്കും, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഇത് ഒരു ബഹുമാനമായിരുന്നു നമുക്കല്ലേ മാഷന്മാരോടും ടീച്ചർമാരോടും. നമ്മളെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പിന്നെ അവിടെ നിന്ന് ഇരിക്കുകയുള്ളൂ, പിന്നെ നമ്മൾ ബാക്കിയുള്ള സംസാരമുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, മാഷന്മാരെ ടീച്ചർമാരെ നിർത്തി കുട്ടികൾ പൊരിക്കുകയാണ് കിടന്നിട്ട്, നന്നായിട്ട് കളിയാക്കാനും ബഹുമാനമില്ലാതെ സംസാരിക്കാനും അവർ ഇരിക്കുമ്പോൾ അവരെ കൂടെ പോയി ഇരിക്കാനും, ഇതൊക്കെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അവസ്ഥ വന്നത്. കാരണം ടീച്ചർമാരെ പൂവ് കൊടുക്കണു, ടീച്ചർമാർക്കൊരു ബഹുമാനമുണ്ട്. ചിലപ്പോൾ ഈ കുട്ടികളെക്കാളും ചെറുതായിരിക്കും ടീച്ചർ, കോളേജിലൊക്കെ ടീച്ചർമാർ ഈ പഠിക്കാൻ വന്ന അവരെക്കാളും ഏജ് ചെറുതായിരിക്കാം ഒരു പക്ഷേ എന്നാൽ പോലും അതിനൊരു ഈ മാഷന്മാരും ടീച്ചർ അധ്യാപകരെന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരാണ്, അവരൊരു ബഹുമാനമുണ്ട്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം എന്നില്ലാതായോ അന്ന് മുതൽ മക്കളൊക്കെ വെടക്കാണ്, മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അപൂർവം 10 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ എടാ അത് ചെയ്യാൻ പാടില്ലടാ അങ്ങനെ പറയുന്ന ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള 9 കണക്കായിരിക്കും. അപ്പോൾ അതൊക്കെ വന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. കാരണം അധ്യാപകർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. കാരണം അധ്യാപകരെന്താണെന്നുള്ളത് പണ്ടത്തെ പോലെ മക്കൾക്ക് അറിയണം, എന്നാലേ ആ അധ്യാപകർക്ക് ബഹുമാനം കിട്ടുള്ളൂ. നമ്മുടെ അധ്യാപകരെന്ന് പറയുമ്പോൾ ആ ടീച്ചർ എഴുതാമെന്ന് പറഞ്ഞാൽ നാളെ ആദ്യം നോക്കുന്നില്ല ടൈം ടേബിൾ. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അങ്ങനെയായിരുന്നു ഒരു കാലത്ത്, നമ്മളൊക്കെ പഠിച്ച കാലത്ത് ടൈം ടേബിൾ നോക്കും. ഇന്ന് നമ്മുടെ കെമിസ്ട്രീൻ്റെ മാഷുണ്ട്, പടച്ചോനെ, കാരണം അത് പറയുമ്പോൾ കയ്യും കാലും വിറച്ച് ആ വിഷയം ആ പീരീഡ് കഴിയണത് വരെ നെഞ്ചിനുള്ളിൽ ഒരാളാണ്. കാരണം ചാൺകുട്ടിയൊക്കെ ഇവിടെ ഒരു ബേജാറും ടെൻഷനൊക്കെയാണ്. പോയി കഴിഞ്ഞാൽ സമാധാനമായി പോയി എന്ന് പറയും. കാരണം വെച്ചാൽ അത്രയും ബഹുമാനം പേടിയായിരുന്നു ഓരോ മാഷന്മാരെ നമുക്കൊക്കെ. അന്നും നമ്മളെപ്പോലെ ഇവരൊക്കെ പോലെ തന്നെ കുട്ടികൾ കുഞ്ഞു മക്കളെ പഠിച്ചത്, അല്ലാതെ തള്ളന്മാരും തന്തന്മാരൊന്നും വയസ്സായവരൊന്നും അല്ല പോയി പഠിച്ചിട്ടുള്ളത്. ഇവരെ പോലെ തന്നെ 5 വയസ്സിൽ കൊണ്ടുപോയി ചേർത്തിയ മക്കൾ തന്നെയാണ് അന്നും പോയി പഠിച്ചിട്ടുള്ളതും. അധ്യാപകർ തന്നെയായിരുന്നു അന്നും ഉള്ളത്. ഇപ്പോഴത്തെ അധ്യാപകന്മാരെയൊന്നും ആർക്കും ഒരു വിലയില്ലാത്തതിൻ്റെ കാരണം അവരെ പേടിക്കണ്ടെന്ന് മക്കൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അധ്യാപകരെ പേടിക്കണ്ട, പിന്നെ മാതാപിതാക്കളെയും പേടിക്കണ്ട, പിന്നെ ഇപ്പോൾ ആരെയും പേടിക്കേണ്ടത്. അപ്പോൾ അവർക്ക് തോന്നിയ പോലെയാണ്. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഏതോ ഒരു സ്ഥലത്ത് പിന്നെ പുഴവക്കത്ത് കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ ചോദ്യം ചെയ്യാൻ തന്ന ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, അദ്ദേഹത്തെ ഒരു 10, 16, 17 വയസ്സായ ഒരു ആൺകുട്ടിയല്ല 2-3 ആൺകുട്ടികൾ അടിക്കണ രംഗം കണ്ടു. നമുക്ക് നമ്മുടെ സ്വന്തം മാതാപിതാവാണെങ്കിലും മറ്റൊരു പിതാവാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരോട് എളിമയോടും ബഹുമാനത്തോടും കൂടി സംസാരിച്ച് നിൽക്കാനും, അവർ പറയുന്നത് നമ്മളെ സ്വന്തം പാപ്പ എന്താണോ ചീത്ത പറയുന്നത് അതുപോലെ അവരെന്തെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മളെ മുട്ടുകാല് വിറക്കുന്ന നമ്മളുണ്ടായിരുന്ന ഒരു കാലത്തില്ലേ ആ സ്ഥാനത്ത്. അപ്പം നീ ആരാടാ അത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പച്ചത്തേറി പറഞ്ഞിട്ട് ആ മുതിർന്ന ആ മനുഷ്യനെ ആ മക്കൾ അടിക്കണ രംഗമാണ് കണ്ടത്. അപ്പോൾ അതൊന്നും സ്കൂളിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കില്ല, എഴുതി പഠിക്കേണ്ട കാര്യമല്ല. അത് വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് ചെറുപ്പം മുതലേ ക്ലാസ് എടുത്ത് കൊടുക്കുക തന്നെ വേണം. മുതിർന്ന മനുഷ്യന്മാരെ ബഹുമാനിക്കണമെന്നും ലഹരിക്ക് അടിമപ്പെടരുതെന്നും ഓരോ കഷ്ടപ്പാടിൽ ഓരോരോ ഇതുപോലുള്ള ദുരിതങ്ങളിൽ പോയി ചാടരുതെന്നും ഭാവി നശിക്കരുതെന്നൊക്കെ ചെറുപ്പം മുതലേ കുട്ടികളെ ക്ലാസ് എടുത്ത് വളർത്തണം. ഈ 10-17 വയസ്സായ ആ കുട്ടികൾ ആ 10-65 വയസ്സായ അദ്ദേഹത്തെ അടിക്കാൻ അവരുടെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 17 വയസ്സായ അവർ ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴുണ്ടല്ലോ എന്തായിത്തീരുന്നു അള്ളാഹ്ക്കന്നെ അറിയുള്ളൂ കേട്ടോ. കാരണം അത്രയും വെടക്ക് പിടിച്ച മക്കൾ ഒരിക്കലും ചെയ്യരുത്. ഇനി അയാളുടെ അടുത്താണ് തെറ്റെങ്കിൽ പോലും, ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് ഒരു തെറ്റുമില്ല, ആ മുതിർന്ന ആ ഒരു മനുഷ്യൻ്റെ അടുത്താണ് തെറ്റെങ്കിൽ പോലും ഈ മക്കൾ ഒരിക്കലും അയാൾ അടിക്കാൻ പാടുണ്ടോ അല്ലേ? അവരൊന്നിനും നിൽക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോയാൽ പോരെ? ഒരിക്കലും അദ്ദേഹത്തിന് തല്ലാൻ പാടുണ്ടോ? അപ്പം മുതിർന്നവരല്ല മനുഷ്യന്മാരെ തല്ലാനും അടിക്കാനും കുത്താനും പോകരുത്. നമുക്ക് താല്പര്യമില്ലാത്ത കേസ് കാണുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോന്നാൽ മതി. ഒരിക്കലും അവരെ ഉന്താനോ തള്ളാനോ ദേഷ്യപ്പെടാനോ നിൽക്കരുത്. കാരണം വെച്ചാൽ അവർ നമ്മളെന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറയുമ്പോൾ അവർ 2 ഇങ്ങോട്ട് പറയാം, ഒരു ഉന്ത അങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 ഉന്ത് ഇങ്ങോട്ട് വരും. അങ്ങനെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും ജയിലും കേസും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക്
മറ്റേയാളുടെ ദേഷ്യം വന്നാൽ പോലും നമ്മളവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോരുക. പക്ഷെ കുറച്ചൊരു 5 മിനിറ്റ് ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ കുട്ടികളോട് എന്താ പറയാനുള്ളത് അറിയാം, നമുക്ക് ചെറിയൊരു നിസാര വിഷയത്തുമ്പോൾ വളരെ നിസാര വിഷയമായിരിക്കും, ആ ഒരു വിഷയത്തുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. നേരെ മറിച്ച് നമ്മൾ ആ ഒരാളും കൂടി എരുതിയിൽ എണ്ണ പകരാൻ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ട് അവിടെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും അതിന് വഴിപ്പെട്ട് നമ്മൾ അതിനോട് ആവേശം കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും. ഒരിക്കലും ഇപ്പോൾ ആ മുതിർന്ന ആ ഒരു ആളെ തല്ലണത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് നെഞ്ചു പൊട്ടിപ്പോയി. നമ്മളെ മക്കളാണല്ലോ ഈ ചെയ്യണതെന്ന് ഓർത്തിട്ട്, എൻ്റെ പൊന്നു മക്കളെയാ, ഇതൊന്നും അല്ല ജീവിതം. നമുക്ക് സന്തോഷമായിട്ടുള്ള നല്ലൊരു ജീവിതം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ ഉമ്മയും പാപ്പയും ഇവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ, നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്കും ഒരു കുടുംബജീവിതം നിങ്ങളെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജയിൽ കേസ് പ്രശ്നങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിലും പോയി ചാടരുത്, ഒരു അപകടങ്ങളിലും പോയി ചാടരുത്. നിങ്ങൾ അധ്യാപകരെന്താ പറയണമെന്ന് വെച്ചാൽ അവരെ ബഹുമാനിക്കാനും അവർ പറയുന്നത് അനുസരിക്കാനും പഠിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കാൻ മാത്രമല്ല, മനുഷ്യരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കുക. മാതാപിതാക്കൾ നിങ്ങളെ നന്മ ആഗ്രഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അതൊന്ന് മനസ്സിലാക്കുക. മാതാപിതാക്കളും തന്നെ ചെറുപ്പം മുതലേ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. 1-ാം ക്ലാസ് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നിസാര വിഷയം, മറ്റുള്ള കുട്ടികളെ അടിക്കാനോ തൊഴിക്കാനോ ഒന്നും ചെയ്യരുതേ. മറ്റുള്ള കുട്ടികളെ പേനയും പെൻസിലും നിസാര വിഷയമാണ്, സ്ലേറ്റ്, പെൻസിൽ, പേന, ഇതൊന്നും നമ്മൾ നമ്മുടെ ബാഗിൽ വെച്ച് കൊണ്ടുവരാനൊന്നും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഉപദേശിച്ചാൽ തിരിച്ചടിക്കാനോ ഒന്നിനും പോവാതെ മാഷിനോട് ചെന്ന് പറയണം കേട്ടോ. മാഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞു കുട്ടികൾ നിസാരം, അവരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമായിരിക്കും. നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ടൊക്കെ തോന്നും. 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ഏത്തടിപ്പിച്ചു എന്ന് പറഞ്ഞു, അത് 1-ാം ക്ലാസ് തന്നെ അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതിന് വേണ്ട ശിക്ഷണം ചെറുപ്പത്തിലേ കൊടുക്കണമായിരുന്നു. 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് കൂടെ പിടക്കുന്ന ഒരു കൂടപ്പിറപ്പിനെ, ഒരു സഹപാഠി കുട്ടിയെ ഏത്തടിപ്പിച്ച് 101 പ്രാവശ്യം പറയുമ്പോൾ അവർ പഠിച്ച് പിച്ച വെച്ച് വരികയാണ്. ഓരോ വില്ലത്തരങ്ങൾ പഠിച്ച് വരികയാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് മുളയിലെ നുള്ളിടാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിച്ചേ മതിയാവുള്ളൂ. അടിക്കണമെന്നൊന്നുമില്ലല്ലോ, എന്നാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് വേർതിരിച്ച് ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും തന്നെയാണ്. അപ്പോൾ അവരവരെ മക്കളെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കും, സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വീട്ടിൽ നിന്ന് പഠിപ്പിക്കൽ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ കണ്ടിട്ട് അവരാണ് ആദ്യം ഇവരുടെ ഗുരുക്കൾ. അപ്പോൾ അവരെ കണ്ടിട്ട് വേണം മക്കൾ പഠിക്കാൻ. മക്കളെ സ്കൂളിലും അംഗൻവാടിയിലും സ്കൂളിലും കോളേജിലും എവിടെ കൊണ്ടാക്കണമെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഇതിലും പോയി പെടരുത്. 1. രണ്ടാമത്തത് ആരും ഉപദ്രവിക്കരുത് എന്നുള്ളത് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക. കാരണം വെച്ചാൽ ആ അനുസരണക്കേടാണ്. കാരണം ആ മുതിർന്ന മനുഷ്യനെ അടിക്കുന്ന ആ രംഗം കണ്ടത് അല്ലേ, അതൊക്കെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊരു വേണ്ടാത്തരം കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ ചോദിക്കാനും പറയാനും ചെല്ലാൻ പറ്റൂല എന്നാണ് പറഞ്ഞു വരുന്നത്. ചോദിക്കാനും പറയാനും ചെന്ന് കഴിഞ്ഞാൽ മക്കൾ തല്ലിക്കൊല്ലാനും മടിക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ വയറ്റിൽ പിറന്ന നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മ അല്ലെങ്കിൽ അച്ഛ അമ്മ എന്ന് വിളിച്ച് പോയ മക്കൾ തൊട്ടപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരെ കയറി അടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ മാതാപിതാക്കൾ തന്നെ കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല അങ്ങനെ നല്ല ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക. കാരണം ആരും ഉപദ്രവിക്കരുത് എന്നൊക്കെയുള്ളത്. റാഗിങ്ങൊക്കെ ഇവർ പഠിച്ചുണ്ടാക്കണമെങ്കിൽ 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പഠിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ കോളേജിലൊക്കെ എത്തുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, പക്ഷേ ലെങ്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ആ വിഷയം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരുന്നില്ല. ഞാനിപ്പോൾ ഈ കുട്ടികളെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഈ കുട്ടികളെ കാര്യം തന്നെ എനിക്ക് വേറൊരു വിഷയം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ, സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവട്ടെ, നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിൽ വളരട്ടെ, ആർക്കും ദോഷമില്ലാതെ ആരും ഉപദ്രവിക്കാനുള്ള മനസ്സില്ലാതെ എല്ലാവരും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന മക്കളായി, നല്ല മക്കളായി വളരാനുള്ള വിധി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.